ലോകത്തെ ഏറ്റവും ഇൻസ്പയർഡ് ആയിട്ടുള്ള വ്യക്തികളെ കണ്ടെത്തിയിട്ടുള്ള ഒരു പഠനം ഉണ്ടായിരുന്നു. 10ഓളം ആളുകളെയാണ് അതിൽ അവർ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ ഈ 10ഓളം വ്യക്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. ആക്ച്വലി ഇത് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അദ്ദേഹത്തിൻ്റെ ഡെയിലി റുട്ടീന് പറയുകയാണെങ്കിൽ അതിനെ നമ്മളിപ്പം ഇടത്തിൽ സുന്നത്ത് എന്ന് പറയുന്നത് ആക്ച്വലി. അപ്പോൾ ഈ സുന്നത്ത് ആണ് നിങ്ങൾ പിൻപറ്റണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു വെൽനെസ്സിൻ്റെ ഡെയിലി റുട്ടീനാണത്. അതായത് അതൊരാൾ ഈ അവരെ അക്സെപ്റ്റ് ചെയ്യുക, അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിൽ കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും അതുപോലെ തന്നെ സ്പിരിച്വലുമായിട്ടുള്ള വെൽനെസ്, ഇത് പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്കുള്ള വാക്കുകളാണ് അതിന് വരുന്നത്. അതിനെപ്പറ്റി പഠിച്ചു നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ ഇതിവിടെ നിൽക്കില്ല, ഈ ഭാഗത്തൊന്നും ഇവിടെ നിൽക്കാൻ കഴിയില്ല. അത്രയും പവർഫുള്ളാണ് ആ ഒരു റൂട്ടീൻ എന്ന് പറയുന്നത്. ഈ മൈൻഡ് എന്താണ്, എങ്ങനെ മൈൻഡ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് അത് വിശദീകരിക്കുന്ന ഒരു സംഭവം ഇതിനപ്പുറത്തേക്കുള്ള ഒരു ജീവിത രീതി ഇല്ല. ഏറ്റവും ചുരുങ്ങിയത് ഞാൻ 10 കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട 10 ഡെയിലി റൂട്ടീൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രാവർത്തികമാക്കുമെന്ന് പറയുമ്പം അവൻ സക്സസ്ഫുൾ ആവുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു ജസ്റ്റ് 10 കാര്യം പറയുകയാണെങ്കിൽ, ഒന്നാമതായിട്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥിക്കുക. ഓക്കെ. രണ്ടാമതായിട്ട് 5 നേരവും അല്പനേരം ഒരു നിശ്ചിത ഇടവേളകൾ നടക്കുക, അതുപോലെ തന്നെ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക, പിന്നെ മെഡിറ്റേഷൻസ് ചെയ്യുക. മൂന്നാമതായിട്ട് വിശ്രമിക്കുക, ഉറക്കത്തിലൊരു കോംപ്രമൈസും വരുത്താതിരിക്കുക. പിന്നെ സമീകൃതമായിട്ടുള്ള ആഹാരം, അതുപോലെ തന്നെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യം, ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഒരു വീട്ടിലിരുന്നിട്ട് അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ചെയ്യാൻ കഴിയും, പ്രോബ്ലം. പക്ഷെ ഒരാളെ കൂടെ നിൽക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് അടുത്ത പോയിന്റ് വരുന്നത്. അതായത് സാമൂഹികമായിട്ടും കുടുംബപരമായിട്ടും ഇടപെടലുകളിൽ വ്യക്തത വേണമെന്ന് ശ്രദ്ധിക്കണമെന്നും പറയുന്നുണ്ട്. അത് കൂടുതൽ സാമൂഹികപരമായിട്ട് ഇടപെടുക, അവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതും പറയുന്നുണ്ട്. ഇതൊക്കെ അതിന് പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് സ്ട്രെസ്ഫുള്ളായ സമയത്ത് പ്രധാനമായിട്ടും പറയുന്നൊരു ശാസ്ത്രം പറയുന്നൊരു വാക്കാണ്, നിങ്ങൾ അമിതമായിട്ട് സന്തോഷമുള്ള സമയത്തും അമിതമായിട്ട് സ്ട്രെസ്സുള്ള സമയത്തും നിങ്ങൾ എന്ത് ചെയ്യരുത്, തീരുമാനങ്ങൾ എടുക്കരുത്, ഓഫറുകൾ കൊടുക്കരുത്. നവീൻ്റെ ഡെയിലി റുട്ടീനിൽ 10ാമതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രെസ്സ് വരുന്ന സമയത്ത് അദ്ദേഹം ചെയ്യുന്നൊരു പോളിസി ഉണ്ട്. ഡീപ്പ് ബ്രീത്തിങ് ചെയ്യും. 1. 2 കാമാവും. 3 അതിൻ്റെ തീരുമാനം പറയും. അത്രയും പവർഫുള്ളായുള്ള ഡെയിലി റുട്ടീനാണ് ഈ 10എണ്ണം. ഇത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു ബുദ്ധിമുട്ട്, വെൽനെസ്, എൻ്റെ ജീവിത രീതി എൻ്റെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ട്, എൻ്റെ ആരോഗ്യം നെഗറ്റീവിലേക്ക് പോകുന്നുണ്ട്, എനിക്ക് നല്ലതായി മാറണം, എനിക്ക് നാളെ മുതൽ ഇന്നത് ചെയ്യാൻ തുടങ്ങണം എന്ന് ചിന്തിക്കുന്ന വ്യക്തി ഒന്നും ചെയ്യേണ്ട. നബി ചെയ്യുന്ന കാര്യം എന്താണോ അത് ചെയ്താണ്. 10 ഡെയിലി റുട്ടീനാണത്. ഇത് പ്രാവർത്തികമാക്കി വരുന്ന പ്രോബ്ലം